റീയൂണിയൻ ദ്വീപിൽ നിന്ന് കണ്ടെത്തിയ വിമാനച്ചുരകിന്റെ ഭാഗം കാണാതായ മലേഷ്യൻ വിമാനത്തിന്റേത് തന്നെയെന്ന് സ്ഥിരീകരണം. ഫ്രഞ്ച് സൈനിക ലാബിൽ നടത്തിയ പരിശോധനയിൽ ഇക്കാര്യം തെളിഞ്ഞതായി മലേഷ്യൻ പ്രധാനമന്ത്രി നജീബ് റസാഖ് വ്യക്തമാക്കി. കഴിഞ്ഞ മാർച്ച് 8-നാണ് 239 യാത്രക്കാരുമായി ക്വാലാലംപൂരിൽ നിന്ന് ബീജിംഗിലേക്ക് പോയ വിമാനം അപ്രത്യക്ഷമായത്. 17 മാസങ്ങൾക്ക് മുമ്പ് മലേഷ്യൻ വിമാനം കാണാതായതിന്റെ ദുരൂഹതകൾക്ക് വിരാമമാകുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഫ്രഞ്ച് അധീനതയിലുള്ള റീയൂണിയൻ ദ്വീപിന്റെ തീരത്തടിഞ്ഞ വിമാനച്ചുരകിന്റെ ഭാഗം MH370യുടേതാണെന്ന് ഒടുവിൽ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വിമാനച്ചുരകിന്റെ അവശിഷ്ടം ദ്വീപിന്റെ തീരത്തടിഞ്ഞത്. ഫ്ലപ്രോൺ എന്ന വിമാനച്ചുരകിന്റെ അവശിഷ്ടം ബോയിംഗ് 777 വിമാനത്തിന്റേതാണെന്നായിരുന്നു പ്രാഥമിക നിഗമനമെങ്കിലും പരിശോധനകൾക്കായി പാരീസിലെ സൈനിക ലാബിലേക്ക് അയക്കുകയായിരുന്നു. പരിശോധനകളിൽ നിന്ന് വിമാനച്ചുരക് കാണാതായ വിമാനത്തിന്റേതാണെന്ന് തെളിഞ്ഞതായി മലേഷ്യൻ പ്രധാനമന്ത്രി നജീബ് റസാഖ് പറഞ്ഞു. An international team of experts have conclusively confirmed that the aircraft debris found on Reunion Island is indeed from MH370. വിമാനാപകടത്തിന്റെ കാരണം കൂടുതൽ പരിശോധനകളിലൂടെ കണ്ടെത്താൻ കഴിയുമെന്ന് വിമാന വിദഗ്ധരും അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നു. ഇത് കണ്ടെത്തുന്നതിന് വിമാനാവശിഷ്ടം ടുളൂസിലെ എയറോനോട്ടിക്കൽ ടെസ്റ്റ് സെന്ററിലേക്ക് അയച്ചു. അതേസമയം ഈ സ്ഥിരീകരണത്തോടെ ദുരൂഹതകൾക്ക് അവസാനമാകുന്നില്ലെന്ന് വിമാനത്തിലുണ്ടായിരുന്നവരുടെ ബന്ധുക്കൾ പ്രതികരിച്ചു. വിമാനം കടലിൽ തകർന്നു വീണെന്ന് ഉറപ്പിക്കാമെങ്കിലും അപകട കാരണം എന്തെന്ന ചോദ്യമാണ് ഇനി ബാക്കിയാകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.